Hello, welcome to anooptube. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഫംഗ്ഷൻ ഓവർ റൈഡിങ്. അതായത് C++ലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിൽ നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നതാണ് ഫംഗ്ഷൻ ഓവർ റൈഡിങ് അല്ലെങ്കിൽ ഓവർ റൈഡിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയിരുന്നു എന്താണ് ഇൻഹെറിറ്റൻസ് എങ്ങനെയാണ് നമ്മൾ സിംപ്ലി ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് അതിൻ്റെ തന്നെ ഒരു ഇൻഹെറിറ്റൻസ് തന്നെ വരുന്ന ഒരു കൺസെപ്റ്റാണ് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞൊരു സംഭവം. ഓക്കെ, അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബേസ് ക്ലാസ് ഉണ്ടായിരിക്കും, അതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തിട്ട് ഒരു ചൈൽഡ് ക്ലാസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ക്ലാസ് നമ്മൾ ഉണ്ടാക്കാറുണ്ട്. ഓക്കെ, ഒന്നിന് ഫസ്റ്റ് നമ്മൾ പറയുന്ന പേരാണ് ബേസ് ക്ലാസ്, പിന്നുള്ളതിന് പറയുന്നവരാണ് നമ്മൾ ചൈൽഡ് ക്ലാസ് എന്ന് പറയുന്ന സംഭവം. അതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, നമ്മളിതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ബേസ് ക്ലാസ് ഉണ്ടാക്കിയിരുന്നു, നമ്മൾ ഷേപ്പ് എന്ന് പറഞ്ഞൊരു ബേസ് ക്ലാസ് ഉണ്ടാക്കിയിരുന്നു. ഓക്കെ, പിന്നെ കുറേ 2-3 നമ്മൾ ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കിയിരുന്നു. സർക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ട് സർക്കിൾ ഉണ്ടാക്കിയിരുന്നു, റെക്റ്റാങ്കിൾ ഉണ്ടാക്കിയിരുന്നു, പിന്നെ ട്രയാങ്കിൾ ഉണ്ടാക്കിയിരുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഓവർ റൈഡിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസ് ക്ലാസ്സിലൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു സം സെറ്റ് ഓഫ് എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് ക്ലാസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെയിം ഫംഗ്ഷനെ തന്നെ നമുക്ക് ചൈൽഡ് ക്ലാസ്സിൽ നമുക്ക് റീഡിഫൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഓവർ റൈഡിങ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഓവർ റൈഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ റീഡെഫിനിഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ഫംഗ്ഷനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് സിംപ്ലി ഓവർ റൈഡിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നമ്മൾ കാണിച്ചു തരും. അതിനുശേഷമാണ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന നമ്മൾ ഷേപ്പ് എന്ന് പറഞ്ഞ ക്ലാസ് വെച്ചിട്ട് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഒരു സിമ്പിളി ഒരു ക്ലാസ് ഉണ്ടാക്കാൻ പോകണം. ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ബേസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കി. ഓക്കെ, അപ്പോൾ അതിനുശേഷം അതിനകത്ത് പബ്ലിക് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സി ഔട്ട് നമുക്ക് കൊടുക്കണം. അപ്പോൾ വാഷ് ഇൻക്ലൂഡ്, അപ്പോൾ നമ്മളൊരു സിമ്പിളി ഒരു ബേസ് ക്ലാസ് എഴുതി അതിനകത്തൊരു ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ. കുഴപ്പമില്ല, മൈ ഫംഗ്ഷൻ 1 എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം തന്നെ ഞാനൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഈ മെയിൻ ഫംഗ്ഷൻ നമുക്ക് ബേസ് ക്ലാസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബേസ് എന്ന് എഴുതി, അതിനുശേഷം ബേസിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കി, ബി എന്ന് എഴുതി, അതിനുശേഷം ബി ഡോട്ട് മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ പ്രിൻറ്റ് ചെയ്യാൻ നോക്കുകയാണ്. G++ ഓവർ റൈഡിങ് ഡോട്ട് CPP. ഓക്കെ, അപ്പോൾ ./a.out എന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്ത് കണ്ടു, ബേസ് : മൈ ഫംഗ്ഷൻ 1 എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ചൈൽഡ് ക്ലാസ് ഉണ്ടാക്കുമ്പോൾ ക്ലാസ് ചൈൽഡ് ഇൻഹെറിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഏതെന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്, ബേസ് എന്നാണ് ഇൻഹെറിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം അപ്പോൾ നമ്മൾ ബേസിൽ നിന്ന് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം ഫംഗ്ഷനെ തന്നെ ഞാൻ ചൈൽഡിനകത്ത് ഞാൻ റീഡിഫൈൻ ചെയ്യുകയാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, മൈ ഫംഗ്ഷൻ 1 എന്ന് പറഞ്ഞിട്ട് എഴുതി. അതിനുശേഷം ഞാൻ അതിനകത്ത് എഴുതാൻ പോകുന്നത് ചൈൽഡ് മൈ ഫംഗ്ഷൻ 1 എന്ന് എഴുതി പോയി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈൽഡിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കാൻ പോണ്, ചൈൽഡ് C. ഓക്കെ, ആൻഡ് C ഡോട്ട് മൈ ഫംഗ്ഷൻ 1 എന്ന് ഞാൻ കോൾ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഏതിനകത്തുള്ള ചൈൽഡായിരിക്കും, ഏതിനകത്തുള്ള ഫംഗ്ഷൻ ആയിരിക്കും കോൾ ചെയ്യുക, ചൈൽഡിനകത്തുള്ള മൈ ഫംഗ്ഷൻ 1 ആയിരിക്കും കോൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതെല്ലാം പബ്ലിക്കായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മൈ ഫംഗ്ഷൻ 1 ഉണ്ട്, ഇവിടെ ഒരു മൈ ഫംഗ്ഷൻ 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്കറിയാം ബേസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ ഏതിനകത്തോട്ട് വരുന്നുണ്ട്, പബ്ലിക്കായിട്ട് എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഏതിനകത്ത് കിട്ടുന്നുണ്ട്, ചൈൽഡിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്കൊരു കൺഫ്യൂഷൻ വരും, 2 മൈ ഫംഗ്ഷൻ 1 എന്നൊരു സംഭവം വരില്ലേ, പ്രശ്നം വരില്ലേ എന്ന് തോന്നും. പക്ഷേ അതാണ് ഇവിടെ പറയുന്ന കൺസെപ്റ്റ് ഓവർ റൈഡിങ്. അപ്പോൾ ഓൾറെഡി നമുക്കുള്ള ഒരു ഫംഗ്ഷൻ, ബേസിലുള്ള ഒരു ഫംഗ്ഷനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ, അതായത് അതിൻ്റെ സിഗ്നേച്ചർ മാറാതെ നമ്മൾ റീഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കിത് ചെയ്യാൻ പോകാൻ G++ അടിച്ചു. അതിനുശേഷം ./a.out എടുത്തടിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത് കോൾ ചെയ്തതായിരിക്കും. അതായത് നമ്മൾ ബി ഡോട്ട് മൈ ഫംഗ്ഷൻ വിളിച്ചപ്പം ബേസിനകത്ത് കോൾ ചെയ്തു, C ഡോട്ട് മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ചൈൽഡിനകത്തുള്ള മൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞുള്ള ഫംഗ്ഷനാണ് കോൾ ചെയ്തിരിക്കുന്നത് അല്ലേ. ഓക്കെ, ഇനി എനിക്കൊരു ഡൗട്ട് വരും, എങ്ങനെയാണ് നമുക്കൊരു ചൈൽഡ് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്കൊരു ബേസ് ക്ലാസിൻ്റെ ഫംഗ്ഷനെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് എനിക്ക് ഈ ബേസ് ക്ലാസിൻ്റെ അകത്തുള്ള ഫംഗ്ഷനാണ് എനിക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് ക്ലാസ്സിനെ ഞാനൊന്ന് ഫസ്റ്റ് കമൻറ്റ് ഔട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കമൻറ്റ് ഔട്ട് ചെയ്തു. അപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും ചൈൽഡിനകത്തുള്ള മൈ ഫംഗ്ഷൻ 1 മാത്രമാണ് കോൾ ആയിട്ടുള്ളത്. കുഴപ്പമില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനി ഈ
ചൈൽഡ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ എനിക്ക് ബേസ് ക്ലാസ്സിൻ്റെ അകത്തുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ സി ഡോട്ട് ബേസ് എന്ന് എഴുതുക. അതിനുശേഷം കോളൻ മൈ ഫംഗ്ഷൻ 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ ചെയ്യാൻ പറ്റും. ചൈൽഡ് യൂസ് ചെയ്തിട്ട് എനിക്ക് ബേസിനകത്തുള്ള ഫംഗ്ഷൻ എനിക്ക് കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കാം G++. ഓക്കെ, അവിടെ എന്തായിരുന്നു പ്രശ്നം? ഓക്കെ ഞാനിവിടെ പബ്ലിക് എന്ന് കൊടുക്കാൻ മറന്നു കേട്ടോ, അതിൻ്റെ പ്രശ്നമാണ് വരുന്നത്. പബ്ലിക് എന്ന് കൊടുത്തു. ഓക്കെ, പബ്ലിക് ബേസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നമാണ്, ഞാൻ പബ്ലിക് എന്ന് കൊടുക്കാൻ മറന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ G++ അടിച്ചതിന് ശേഷം .out അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ സീൻ്റെ തന്നെ നമുക്ക് ചൈൽഡിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബേസിൻ്റെ ഫംഗ്ഷനെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കോൾ ചെയ്യാൻ പറ്റും. അതായത് സി ഡോട്ട് ബേസ് ക്ലാസ് ഏതാണോ അതിൻ്റെ പേര് കൊടുക്കുക, അതിനുശേഷം കോളൻ അതായത് സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്നാണ് കോളൻ. ഓക്കെ, അപ്പോൾ കോളൻ അതിനുശേഷം മൈ ഫംഗ്ഷൻ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ ബേസിനകത്തുള്ള ഫംഗ്ഷൻ ആയിരിക്കും സ്പെസിഫിക് ആയിട്ട് കോൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ഓവർ റൈഡിങ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഓക്കെ, സിംപ്ലി നമ്മൾ എന്ത് ചെയ്യുക? ബേസിനകത്തുള്ള ഫംഗ്ഷനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഓവർ റൈഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ, കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു കുറച്ച് ക്ലാസ്സുകൾ ഉണ്ടാക്കിയല്ലോ, അതിനെ നമുക്ക് എങ്ങനെയാണ് നമുക്കൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു ഓവർ റൈഡിങ് 2 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഒരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞൊരു ഫയൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ എല്ലാ സാധനങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അതിനെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും ഒന്ന് കോപ്പി ചെയ്തു കേട്ടോ. കൺട്രോൾ അടിച്ചിട്ട് എല്ലാം കോപ്പി ചെയ്തു. അതിനുശേഷം ഓവർ റൈഡിങ്ങിനകത്തോട്ട് പേസ്റ്റ് ചെയ്തു. ഓവർ റൈഡിങ് 2.cpp പേസ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇതിന് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിത് എല്ലാ കാര്യങ്ങളും ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റുകൾ ഏകദേശം മനസ്സിലാവും. ഓക്കെ, ഇതെന്താണ് സംഭവങ്ങൾ എന്നൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു ക്ലാസ് എന്ന് പറഞ്ഞൊരു ഷേപ്പ് എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു ഏരിയയും പെരിമീറ്റർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ എല്ലാ ഓരോ ചൈൽഡ് ക്ലാസ്സുകളും നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഓൾറെഡി നമുക്ക് ഗെറ്റ് ഏരിയ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, ഗെറ്റ് പെരിമീറ്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഗെറ്റ് ഏരിയയും ഗെറ്റ് പെരിമീറ്ററും എല്ലാ ചൈൽഡ് ക്ലാസ്സിനകത്തോട്ട് എന്ത് ചെയ്താൽ മതി? റീഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്ട്രാ വേരിയബിളിൻ്റെ ആവശ്യമില്ല അല്ലേ. അതായത് ഏരിയയുടെയും പെരിമീറ്ററിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഏരിയയും പെരിമീറ്ററും നമ്മൾ വിളിക്കുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് റിട്ടേൺ ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഈ 2 വേരിയബിൾ നമ്മൾ ഒഴിവാക്കാൻ പോകുന്നത്, നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനെ ഒഴിവാക്കി. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏരിയ റിട്ടേൺ ചെയ്യുന്നതിന് പകരം ഷേപ്പിന് എന്തുണ്ടാവില്ല? ഒരു ഏരിയ ഉണ്ടാവില്ല അല്ലേ, സിംപ്ലി. അപ്പോൾ അതിന് ഒരു ഡയമെൻഷൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 0.0 എന്ന് അടിച്ചു. ഓക്കെ, അപ്പോൾ അതിനുശേഷം പെരിമീറ്റർ എന്തായിരിക്കും? 0.0 എന്നാക്കി ബേസിക്കലി. ഓക്കെ, അതിനുശേഷം സേവ് ചെയ്തു. പിന്നെ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഷേപ്പിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഹെറിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഈ റേഡിയം കാൽക്കുലേറ്റ് ഏരിയയും കാൽക്കുലേറ്റ് പെരിമീറ്ററും നമുക്ക് ഇനി ആവശ്യമില്ല. ഓക്കെ, സിംപ്ലി നമുക്ക് അതിനെ ഒഴിവാക്കാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ റേഡിയസ് മാത്രം നമുക്കിവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട് അല്ലേ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ കാൽക്കുലേറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കില്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഞാൻ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ഏരിയനെ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി ഇതിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യാൻ പോകാം കേട്ടോ. ഡബിൾ ഗെറ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിനെ നമ്മൾ റീഡിഫൈൻ ചെയ്യാൻ പോവാണ്. പബ്ലിക്കിനകത്തോട്ട് നമ്മൾ റീഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതിനുശേഷം റിട്ടേൺ കാൽക്കുലേറ്റ് ഏരിയ എന്ന് കാണിച്ചാൽ നമുക്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഈ കാൽക്കുലേറ്റ് ചെയ്തതുള്ള നമുക്ക് ഈ ഇതുണ്ടല്ലോ, ഇക്വേഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ സിംപിളി ഇവിടെ എന്ത് ചെയ്താൽ മതി? കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ കാൽക്കുലേറ്റ് ഏരിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാൻ പറ്റും. കാരണം നമുക്ക് ഇനി കാൽക്കുലേറ്റ് ഏരിയയുടെ ആവശ്യമില്ല. കാരണം നമ്മൾ ജസ്റ്റ് ഗെറ്റ് ഏരിയ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഗെറ്റ് പെരിമീറ്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? റീഡിഫൈൻ ചെയ്യണം. ഏതിനകത്തോട്ട്? സർക്കിളിനകത്തോട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? സിംപിളി നമ്മൾ റീഡിഫൈൻ ചെയ്യാൻ പോകണം. അതിനുശേഷം അതിൻ്റെ ബോഡി മാത്രം നമ്മൾ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ബോഡി എന്താണ് ശരിക്കും? ബേസിക്കലി റിട്ടേൺ ഈ കാൽക്കുലേറ്റ് പെരിമീറ്ററിനകത്തുള്ള എന്താണ് ഉദ്ദേശിക്കുന്നത് അത് തന്നെ. ഓക്കെ, അതാണ് സിംപിളി എന്ത് ചെയ്യുന്നത്? റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനി ആവശ്യമില്ല, എന്താവശ്യമില്ല? ഈ കാൽക്കുലേറ്റ് പെരിമീറ്ററും നമുക്ക് ഇവിടെ ആവശ്യമില്ല. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതെല്ലാ കാര്യങ്ങളും റെക്റ്റാങ്കിളിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം ഈ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് ആവശ്യമില്ലാത്ത സംഭവങ്ങളൊക്കെ ഒഴിവാക്കാൻ പോകും കേട്ടോ. ഓക്കെ, സേവ് ചെയ്തു. അതിനുശേഷം കാൽക്കുലേറ്റ് ഏരിയനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഗെറ്റ് ഏരിയ എന്നാക്കി സിംപിളി അത്ര ചെയ്താൽ മതി അല്ലേ. അതിനുശേഷം കാൽക്കുലേറ്റ് പെരിമീറ്ററിന് എന്ത് ചെയ്താൽ മതി? ഗെറ്റ് പെരിമീറ്റർ എന്നാക്കി അല്ലേ, സിംപിളി. ഓക്കെ, അതിനുശേഷം ഇതിനെല്ലാം പബ്ലിക്കായിട്ട് നമ്മൾ കൊടുത്തു. കാരണം നമുക്ക് പുറത്തുനിന്ന് ആക്സസ് ചെയ്യാനുള്ളതാണ് അല്ലേ. അതെല്ലാം പബ്ലിക് ഡൊമൈനിലോട്ട് കൊടുത്തു. പബ്ലിക്കായിട്ടുള്ള ആക്സസ് സ്പെസിഫയറിനകത്തോട്ട് കൊടുത്തു. അതിനുശേഷം
വിഡ്ത്തും ലെങ്ത്തും നമ്മൾ എന്ത് ചെയ്തു പ്രൈവറ്റ് ആക്കി കൊടുത്തു, കാരണം അത് നമ്മൾ പുറത്തുനിന്ന് ആക്സസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതേപോലെ തന്നെ ട്രയാങ്കിളിൽ നമ്മൾ എന്ത് ചെയ്തു, ഏരിയയും പെരിമീറ്ററും നമുക്ക് ഇനി സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്ത് ചെയ്തു, അത് ഒഴിവാക്കി. അതിനുശേഷം കാൽക്കുലേറ്റ് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്തു, ഗെറ്റ് ഏരിയ എന്നാക്കി. അതിനുശേഷം കാൽക്കുലേറ്റ് പെരിമീറ്റർ നമ്മൾ എന്ത് ചെയ്തു, ഗെറ്റ് പെരിമീറ്റർ എന്നാക്കി. ഓക്കെ, അതിനുശേഷം പ്രൈവറ്റ് ആക്സസ് സ്പെസിഫയർ നമ്മൾ ഇവിടെ എങ്ങോട്ട് കൊടുത്തു, നമ്മൾ സൈഡ് 1 സൈഡ് 2 സൈഡ് 3 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിനേക്കാളും കുറച്ചുകൂടി കോംപ്ലക്സിറ്റി കുറച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ക്ലാസ്സുകൾ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബേസിക്കലി ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓവർ റൈഡിങ് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് ബേസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടല്ലേ. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഷേപ്പ് എന്ന് പറഞ്ഞ ക്ലാസ്സാണ് നമ്മുടെ ബേസ് ക്ലാസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്തോട്ടൊരു ഗെറ്റ് ഏരിയയും നമ്മൾ ഗെറ്റ് പെരിമീറ്റർ നമ്മൾ എന്ത് ചെയ്തിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണ് ബേസിക്കലി റിട്ടേൺ ചെയ്യുക, 0.0 ആയിരിക്കും റിട്ടേൺ ചെയ്യുക, കാരണം അതിനകത്താണ് അതിന് പ്രത്യേകിച്ച് ഷേപ്പുകളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും അറിയില്ല എന്താണെന്നും. അപ്പോൾ നമുക്ക് അറിയാത്ത സംഭവം എന്തായിരിക്കും, ജസ്റ്റ് സിംപ്ലി 0 എന്ന് റിട്ടേൺ ചെയ്തു. ഇനി അതിൻ്റെ എല്ലാ ചൈൽഡിലും നമ്മൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ ഗെറ്റ് ഏരിയയും ഗെറ്റ് പെരിമീറ്ററും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റീഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ അങ്ങനെ നമ്മൾ റീഡിഫൈൻ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ബേസിക്കലി ഓവർ റൈഡിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് റൺ ചെയ്ത് നോക്കാം, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നല്ലേ. അപ്പോൾ G++ ഓവർ റൈഡിങ് 2.cpp എന്നടിച്ചു. ഓക്കെ, വർക്കായിട്ടുണ്ട്. A.out എന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതി കാണിക്കുന്നുണ്ട്. സർക്കിൾ ഏരിയ 3 കണ്ടോ, നമ്മളിവിടെ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരിക്കുന്ന സംഭവം തന്നെ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, സർക്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, റെക്റ്റാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ അതേ ആൻസർ തന്നെയാണ് ഇവിടെയും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്ങനെയാണ് നമ്മൾ ഓവർ റൈഡിങ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, ഓവർ റൈഡിങ് കൺസെപ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ വളരെ കോംപ്ലക്സ് ആയിട്ടൊരു സംഭവമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതല്ലേ. അത് കുറേ ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ എഴുതി എല്ലാറ്റിലും നമ്മൾ ചെയ്തു വെച്ചു. അതിനുശേഷം അഡീഷണൽ ആയിട്ട് കുറേ ഫംഗ്ഷനാലിറ്റീസ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് 2 ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഓവർ റൈഡ് ചെയ്തിട്ട് ഓവർ റൈഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക്കലി പഠിച്ചത് എന്താണ് ഓവർ റൈഡിങ്, അതിനെ നമ്മൾ എങ്ങനെയാണ് ഇത് വെച്ചിട്ട് മാറ്റി എഴുതുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഹയർ ആയിട്ടുള്ള കൺസെപ്റ്റുകൾ നമ്മൾ നോക്കിയിട്ടില്ല. ഇനി കുറച്ച് കൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ വിർച്വലൈസേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഓവർ റൈഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓവർ റൈഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാവണം. അപ്പോൾ നിങ്ങൾക്ക് ഓവർ റൈഡിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഹയർ പോർഷനിലോട്ട് നമ്മൾ പോകും. ഓക്കെ, അപ്പോൾ ബൈ.